നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായുള്ള തുലാമാസത്തിലെ ആയില്യപൂജ വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നടന്നു. നിരവധിയായ ഭക്തജനങ്ങളാണ് പൂജയിൽ പങ്കാളികളായത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. 5 grams. ഇത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന പ്രധാന ദിവസമായാണ് തുലാമാസത്തിലെ ആയില്യം ഹൈന്ദവ ആചാരപ്രകാരം കരുതപ്പെടുന്നത്. പ്രധാന നാഗക്ഷേത്രമായ മണ്ണാറശാല കൂടാതെ നാഗദൈവ ക്ഷേത്രങ്ങളിലും ഇന്നേ ദിവസം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സമ്പത്തിനും അതോടൊപ്പം തന്നെ ദോഷങ്ങൾ മാറാനും ഏറെ ഗുണകരമായ പൂജ എന്നാണ് തുലാമാസത്തിലെ ആയില്യപൂജയെ കരുതപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെ വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. ഇതിനുശേഷം ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള നാഗ ആൽത്തറയിലാണ് തുലാമാസ ആയില്യ പൂജകൾ നടന്നത്. ശ്രീ ധർമ്മശാസ്താ ക്ഷേത്ര മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത്. ഉച്ചയ്ക്ക് 1:30 അവസാനിച്ച പൂജയിൽ വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തു നിന്നും നിരവധിയായ ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയിരുന്നത്. തുടർന്ന് നേർച്ച വിതരണവും അന്നദാനവും ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും മറ്റ് കമ്മിറ്റി അംഗങ്ങളും പൂജാതി കർമ്മങ്ങൾക്കും ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.